നിങ്ങളെല്ലാവർക്കും രജാത് ഗാർഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സെയിൽ വീഡിയോ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെയിൽ ചെയ്യുവാൻ ധാരാളം പ്ലാൻസ് ഉണ്ട്, പക്ഷേ സമയക്കുറവ് മൂലം ഒന്നിനും സാധിക്കുന്നില്ല. പിന്നെ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 100 രൂപയിൽ താഴെയുള്ള കുറച്ച് ചെടികൾ സെയിലിന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്. ഇതൊരു ഡ്രസീന വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ചധികം ഷൂട്ട് ഒരുമിച്ച് ഒരു ചട്ടിയിൽ തിങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. ബ്ലാക്കും മെറൂണും കൂടെ മിക്സ് കലർന്ന ഒരു ഡിസൈൻ. വളരെ നേർത്ത ഇലയാണ് ഉള്ളത്. ഒരു ചട്ടിയിൽ തന്നെ 2-3 ഷൂട്ടുകളുള്ള പ്ലാന്റാണ്. സാമാന്യം വലിയ പ്ലാന്റാണ്. 90 റുപ്പീസാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക. ഇത് കുറച്ച് ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതും വലിയ പ്ലാന്റാണ്. ചെറിയ വിലയാണ്. 30 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. ഇത്തരമുള്ള ഒരു പ്ലാന്റാണ് 30 രൂപയ്ക്ക് സെയിലിന് വെച്ചിരിക്കുന്നത്. ഇത് സിങ്കോണിയം പിങ്ക് കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതും ഞാൻ 60 റുപ്പീസാണ് ഈ വലിപ്പത്തിലുള്ള ഒരു തൈക്ക് വിലയിട്ടിരിക്കുന്നത്. ഇത് സിങ്കോണിയം ചോക്ലേറ്റ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നടുക്കുകൂടെ ഒരു പിങ്ക് ലൈനും ഏകദേശം ഒരു ചോക്ലേറ്റ് മിക്സിങ്ങും കളർന്ന് ഗ്രീൻ ഇലയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബുഷായി നിൽക്കുന്നുണ്ട് ഓരോ ചട്ടിയിലും. ഇത് ഞാൻ 60 റുപ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, സാമാന്യം വലിയ പ്ലാന്റ് തന്നെയാണ്. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല സെയിലിന് വെച്ചിരിക്കുന്നത്. 60 റുപ്പീസാണ് വിലയിട്ടിരിക്കുന്നത്. ഇത് ഒരു ലില്ലി വെറൈറ്റിയാണ്. ബ്ലാക്ക് ലില്ലി ആണെന്ന് തോന്നുന്നു. ഇത് ഒരു പോട്ടിൽ തന്നെ 2-3 ഷൂട്ടുകളുണ്ട്. ഇതിന് ഞാൻ 70 റുപ്പീസാണ് വിലയിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫയർവുഡ് പ്ലാന്റ്സ് ആണ്. അത് 3-4 കവറിലുള്ളതാണ് ഒരുമിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരുമിച്ച് പ്ലാന്റുകൾ ഇരുന്നാൽ എത്ര ഭംഗിയുണ്ടത് കാണാനെന്നുള്ളത്. സൈഡിൽ കൂടി വൈറ്റ് എഡ്ജ് വന്നിട്ടുള്ള നീണ്ട ലീഫാണുള്ളത്. ഇത് ഒരു പ്ലാന്റിന് 40 റുപ്പീസാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പീലിയ വെറൈറ്റിയാണ്. അലുമിനിയം പ്ലാന്റ് എന്നും പറയും. നല്ല ഭംഗിയുള്ള ലീവ്സാണ്. ഗ്രീൻ ലീവ്സിൽ വൈറ്റ് അലൂമിനിയം കളറിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇത് ഒരു പോട്ടിന് ഞാൻ 30 രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നത്. 30 റുപ്പീസ്. ഇത് നമ്മുടെ മിൽക്കി ബാമ്പു ആണ്. നല്ല യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചധികം പ്ലാന്റ്സ് ഒരു ചട്ടിയിൽ ബുഷായിട്ടിരുന്നാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. ഇത് ഒരു പോട്ടിലുള്ളതിന് 30 റുപ്പീസിനാണ് ഞാൻ വിൽക്കുന്നത്. ഇതും ഒരു ലില്ലി വെറൈറ്റിയാണ്. ഗ്രീൻ ലീഫ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് ലീവ്സ് കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇല പോലെ. പക്ഷെ ഇതിന് ഓവർ ലൈറ്റ് വേണ്ടാത്ത പ്ലാന്റാണ്. കഴിയുന്നതും ലൈറ്റ് കുറഞ്ഞെടുത്ത് വെക്കുക. ഒരു നീണ്ട സ്റ്റെം വന്നിട്ട് അതിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ഇതും നമുക്ക് ഇൻഡോറായിട്ട് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ 3-4 ഷൂട്ട് നിൽക്കുന്നു. ഒരു ഷൂട്ടുള്ളതിന് 30 റുപ്പീസിനാണ് ഞാൻ വിൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രിപ്താന്തസ് വെറൈറ്റിയാണ്. ക്രിപ്താന്തസിൻ്റെ ഗ്രീനും മറൂണും കൂടെ കളറ് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല വലിയ പ്രൈസ് തന്നെയാണ്. ഇതിൽ ഒരെണ്ണത്തിന് 60 റുപ്പീസിനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ റിയോ വെറൈറ്റിയാണ്. റിയോയുടെ നോർമലാണ്. ഇലയുടെ ലീവ്സിൻ്റെ മുകൾ ഭാഗം ഗ്രീനും ബാക്ക് സൈഡ് മെറൂണും വന്നിട്ടുള്ളതാണ്. ഇതിന് ഒരു ഷൂട്ടിന് 20 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. സിനായുടെ ഒരു നോർമൽ വെറൈറ്റിയാണ്. ഗ്രീൻ ലീവ്സ് സൈഡ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതും 1 സ്റ്റെമ്മിന് 20 റുപ്പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് അരേലിയ വെറൈറ്റിയാണ്. അരേലിയയുടെ ഗോൾഡനാണ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ അരേലിയയുടെ ഗ്രീൻ ഉണ്ട്. അരേലിയ വെരിഗേറ്റഡ് ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം ഓരോ തൈ 30 റുപ്പീസിന് വീതം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പേര് പറഞ്ഞാലും മതി. അരേലിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറച്ച് പോത്തോസ് വെറൈറ്റീസാണ്. പോത്തോസിൻ്റെ ഏകദേശം 12 വെറൈറ്റീസോളം സെയിലിനുണ്ട്.
അതിൽ കുറച്ചാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ ആദ്യമായിട്ട് കാണുന്നത് നമ്മളുടെ മാർബിൾ സാറ്റിൻ പ്രോത്തോസാണ്. നോക്കിയ ഒരു ചെറിയ പോട്ടിനകത്ത് നല്ല ബുഷായി നല്ല ഭംഗിയാണ്. ഇൻഡോറായിട്ട് വെക്കാം, ഔട്ട്ഡോറായിട്ട് വെക്കാം, കയർ സ്റ്റിക്കിൽ പടർത്തി വിടാം, ഹാങ്ങിങ് ആയിട്ടിടാം, വെർട്ടിക്കലായിട്ടിടാം. ഇനി വെള്ളത്തിലാണെങ്കിലും പോത്തോസ് വെച്ച് വളർത്താവുന്നതാണ്. ഈ ചെറിയ ഒരു പോട്ടിന് ഞാൻ 35 റുപ്പീസാണ് വിലയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ബുഷായിട്ടാണ് ഓരോ പോട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് മഞ്ജുള പോത്തോസാണ്. മഞ്ജുള പോത്തോസ് നടുക്ക് കൂടെ യെല്ലോ ഡിസൈനും സൈഡിൽ കൂടി ഗ്രീൻ ബോർഡറുമായിട്ട്, അതും നോക്കിയ ചെറിയ പോട്ടാണെങ്കിലും നല്ല ബുഷിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് നമ്മുടെ നിയോൺ പോത്തോസ്. അതും അതുപോലെ തന്നെ, ഒന്നും തീരെ ചെറിയ പ്ലാന്റ് അല്ല. 35 റുപ്പീസിന് ഒരിക്കലും നഷ്ടവും ആവില്ല. നല്ല ഭംഗിയുള്ളതാണ് നിയോൺ പോത്തോസും. നിയോൺ പോലെ അതിൻ്റെ കളർ ഇലകൾ വന്നിട്ട്. ഇത് നമ്മുടെ സിൽവർ സാറ്റിൻ പോത്തോസാണ്. അതും വളരെ വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും 35 റുപ്പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല ബുഷി പോട്ടാണ് അതുകൊള്ളത്. അതുപോലെ തന്നെ അടുത്തത് നമ്മളുടെ എൻജോയ് പോത്തോസ്. ഇത് കണ്ടോ, ഒരു ചെറിയ പോട്ടിനകത്ത് നല്ല ബുഷിയായിട്ട് അത് താഴേക്കും വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹാങ്ങിങ്ങിലും ഇവിടെയുണ്ട്. കൂടുതൽ പ്ലാന്റ് ഹാങ്ങിങ്ങിൽ പോട്ട് വിത്ത് കയർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഇത് ഈ വലിപ്പത്തിലുള്ള പോട്ടിലുള്ളതിനാണ് ഞാൻ 35 പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ കന്നാവാഴയാണ്. ഇത് ഞാൻ ഗ്രൗണ്ടിൽ നട്ടിരിക്കുന്നതാണ്. ചട്ടിയിൽ പ്ലാന്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതും കുറച്ച് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഇതിന് സൺലൈറ്റ് അധികം ആവശ്യമില്ല. ഇത് നമ്മുടെ യെല്ലോയും റെഡും കലർന്ന വെറൈറ്റിയാണ്. ഇതിന് ഒരു ഷൂട്ടിന് 40 റുപ്പീസാണ് വിലയിട്ടിരിക്കുന്നത്. ഇത് ഡ്രസീനയുടെ കൊളറോമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് 3 ഷെയ്ഡിൽ ഉണ്ട്. ഈ ഒരേപോലെ നീണ്ട ലീവ്സുമായിട്ടുള്ളത്. ഗ്രീനും ലൈറ്റ് ക്രീമും കലർന്നിട്ടുള്ളതുണ്ട്, ഗ്രീനും ഡാർക്ക് മെറൂണും കലർന്നിട്ടുള്ളതുണ്ട്, ഗ്രീനും ലൈറ്റ് മെറൂണും കലർന്നിട്ടുള്ളതുണ്ട്. അത് പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് വിലയിട്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ പ്ലാന്റ് 30 റുപ്പീസിനാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ റോഡ് സൈഡിലാണ് എൻ്റെ വീട്. ഈ ഗാർഡനും റോഡ് സൈഡിലുണ്ട്. റോഡിൽ കൂടി വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നവർ അത് ക്ഷമിക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫ്രാൻഡിലാവും ചെയ്യുന്ന എല്ലാവർക്കും അത് ഷെയർ ചെയ്യണം. പിന്നെ കമൻ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് മുൻപോട്ടുള്ള വീഡിയോകൾക്കും എല്ലാം നല്ല പ്രേരണയായിരിക്കും. എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.